നിങ്ങക്ക് തോന്നും എന്തിപ്പോ ഇങ്ങനെ പാങ്ങിൽ ഇരുന്നിട്ടില്ലെന്ന് തോന്നും. ഞാൻ ഈ കത്തിയെല്ലാം അണക്കാറിഞ്ഞിട്ട് ഇന്ന് വന്നത്. ഇന്നലെ കുറച്ച് അണച്ചു, എന്നിട്ട് ഞാൻ വെച്ചു. ഇന്ന് പാതിയെ അണക്കുന്നത്. ഇത് കഴുങ്ങിന്റെ അണാന്നിന്റെ പേര്. ഇത് ബംഗലിൽ കൊണ്ടുവന്നിട്ട് അണക്കല്. ഇത് തന്നെ ബംഗല്. ഇത് നല്ല വെളുത്തതും ഉണ്ടാവും, റോസും ഉണ്ടാവും. ഇത് റോസ് കിട്ടിയത് എനിക്ക്. ഞങ്ങൾ കത്തി കൊല്ലത്തൊക്കെ ഇരിക്കാലേ ഊട്ടിക്കലില്ലു. ബാക്കിയെല്ലാം അണച്ചിട്ട് ഇന്നെ പണിയെടുക്കല്. ഇത് ഇന്നലെ പൊളിഞ്ഞു. മീന് കുറെ കൊല്ലായി അങ്ങനെ ഇന്നലെ പൊളിഞ്ഞു. ഇതെല്ലാം നല്ല നേരെയുണ്ട്. ഇതെങ്ങനെ അണക്കേണ്ടത്. ഈ അണേന മഴ കൊള്ളാതെ പാങ്ങിൽ വെക്കണം. എന്നിട്ട് ഞങ്ങൾ ദിവസം മഴത്തൊന്നും ഇടിയില്ല. അപ്പൊ വേഗം കുമ്പായിട്ട് പോകും. ഇനി കുറെ കൊല്ലായി ഇപ്പൊ. ഇത് അണക്കല് ആദ്യം ഈ ഭാഗത്തേക്ക് അണച്ചു. ഇപ്പൊ ഈ ഭാഗത്തേക്ക് അണക്കുന്നത്. എന്നാലേ പാങ്ങില് മുറിയും. തിറ്റും മറിച്ചെല്ലാം അണക്കണം. ഇങ്ങനെ അണക്കേണ്ടത്. ഇതിന്റെ പൊടി താഴെ വീണിട്ടുണ്ട്. അതിനെ ആദ്യം എടുത്തിട്ട് അണക്കേണ്ടത്. ഇനി ഈ ഭാഗം അണക്കണം. ഈ കല്ലങ്ങനെ കിട്ടലേ കുറവ് ഇപ്പൊ. അല്ലെങ്കിൽ എല്ലാത്തും ഉണ്ടാകും. ഇപ്പൊ ഈ കല്ല് കുറവ്. ഇത് ഞങ്ങൾ ഏടുന്ന് കിട്ടിയാലും കൊണ്ടുവന്നിട്ട് വെക്കും. ഇത് കുറെ സമയം അണക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ അണച്ചിട്ടെല്ലാം നേരെ ആക്കിയിട്ട് വെക്കുന്നു. ഇത് ഓരോരോ കത്തി ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇത് എനിക്ക് തേങ്ങ വലിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ മരമെല്ലാം കുത്താൻ വേണ്ടിയിട്ട്. ഇത് തോട്ടിക്ക് കെട്ടിയിട്ട് വലിക്കുക. ഇത് കാട് കൊത്തുന്ന കത്തി. ഇത് കറിക്ക് മുറിക്കുന്നത്. അതിന്റെ കൊക്ക് പൊളിഞ്ഞുകൊണ്ട് വാങ്ങില്ല. അതിപ്പോ ഇത് ബാക്കി എന്തെങ്കിലും മുറിച്ച് തിന്നാൻ പോലെ മുറിക്കുന്നത്. എല്ലാ നാട്ടിലും കുറുവ സംഘം വരുന്നുണ്ട്. ഞങ്ങളെ ഇവിടുത്തെ കാര്യം വരില്ല. അതാ കുറെ കത്തിയുണ്ട്. ഇതെല്ലാം ഒരു കൊത്ത് കിട്ടിയാലും അവിടെ തന്നെ മതി. അങ്ങനെ കത്തിയെല്ലാം അണിച്ചിട്ട് വെച്ചത്. ഈനെല്ലാം ഇനി കുറെ പണി ആദ്യം എടുക്കാനുണ്ട്. ഇനി കുറുവ സംഘം വന്നാല് കാണുമ്പോ തന്നെ പൊടിച്ചിട്ട് പായണം.